കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ 4 വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശത്തിന് ഇടക്കാല സ്റ്റേ വേണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. ഇതോടെ ജൂലൈ 29 നടക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനാകും. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 4 വിദ്യാർത്ഥികളെയും വിലക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യമാണ് കോടതി നിരാകരിച്ചത്. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് വീണ്ടും 4 ABVP പ്രവർത്തകരെ സെനറ്റിലേക്ക് നിയമിച്ചെന്നാരോപിച്ച് SFI പ്രവർത്തകരാണ് ഹർജി നൽകിയത്. ഹർജിക്കാരേക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടം നേടിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുതിയ നിയമനം നടത്തിയത് സംബന്ധിച്ച് ഗവർണർ കോടതിയിൽ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് ഗവർണർ നടത്തിയ നാമനിർദ്ദേശം സംബന്ധിച്ച ഫയലും നാമനിർദ്ദേശം നടത്തിയ വിദ്യാർത്ഥികളുടെ ബയോഡേറ്റകളും കോടതി പരിശോധിച്ചു. അതാത് മേഖലകളിൽ സമർത്ഥരായ വിദ്യാർത്ഥികളെയാണ് നാമനിർദ്ദേശം ചെയ്തെന്നായിരുന്നു ഗവർണറുടെ വാദം.